അതാണ് കൃപയിൽ നിറഞ്ഞ ജീവിതം, അഥവാ ജീവിതത്തെ കൃപയിൽ നിറഞ്ഞ എങ്ങനെയാണ് സുവിശേഷ വിഹിതമായി പുനഃക്രമീകരിക്കണം എന്നാണ് കൊളോസ്യസ് 3:12. അതിനാൽ ഒന്ന് പറഞ്ഞേ, കൊളോസ്യസ് 3:12. അതിനാൽ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യഭാജനങ്ങളും എന്തൊക്കെയാ പറഞ്ഞേ പറഞ്ഞോണ്ട ദൈവത്തിന്റെ രണ്ടാമത് എന്താ? വാത്സല്യഭാജനം. ഓക്കെ. പരിശുദ്ധരും എന്ന നിലയിൽ നിങ്ങൾ കാരുണ്യം, ദയ, വിനയം, സൗമ്യത. ഇവിടെയാണ് പ്രശ്നം. സൗമ്യത വേണ്ട. ഇപ്പം ഈ അനിയത്തിൻ്റെ മക്കളിപ്പോൾ കയറി വന്നില്ലേ, അവർ വന്നപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാവാ? അവർ ഈ ആധാർ കാർഡില്ലേ, അതും നമ്മുടെ മറ്റേ വേറൊരു കാർഡ് ഉണ്ടല്ലോ നമ്മളെ, എന്നാ പരിപാടി, പാൻ കാർഡ്, അതും കൂടി അത് രണ്ടും കൂടി ഒന്നാക്കാൻ വേണ്ടി എവിടെ അക്ഷയയിൽ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ പോയി കൂട്ടുകാരെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അതാണ് സംഭവം. ഈ 12 മണിക്ക് കയറി വന്നില്ലേ, അക്ഷയയിൽ പോയ പാർട്ടി വഴിയെ പോകുന്ന ആൾക്കാരെ കൂട്ടിക്കാണ് വന്നിരിക്കണം ഇങ്ങോട്ട്. ഇപ്പം നമുക്ക് എന്ത് തോന്നുന്നു? ശവങ്ങൾ വലിഞ്ഞു കയറി വന്നിട്ടുണ്ട് ഈ സമയത്ത്. അപ്പോൾ സ്വാഭാവികം ഉണ്ടാകുന്ന നീരസം അതാണ്. കാരണം നീ പനിയത്തിലെ മഴ, നീ വന്ന സമാധാനം, നീ വഴിയെ പോലുള്ളവർ എന്തിനെ കൂട്ടിക്കൊണ്ട് വന്ന്. പക്ഷെ നമ്മുടെ മാന്യത അനുസരിച്ച് നമ്മൾ പറയത്തില്ല, പക്ഷേ ഉള്ളിൽ നമുക്ക് നീരസം ഉണ്ടാവും. അതുകൊണ്ടാണ് സൗമ്യത എന്ന് പറയണത്. സൗമ്യത അവിടെ സൗമ്യതയില്ലേ? കൊളോസ്യസ് 3:12 എന്താ പറയണത്? അതിനാൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യഭാജനങ്ങളും പരിശുദ്ധരും എന്ന നിലയിലാണ്, ആ ഒരു റാങ്കിലാണ് എന്തു ചെയ്യണം? നിങ്ങൾ കാരുണ്യം, ദയ. ദയ എന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ? നഷ്ടപ്പെടുന്ന സ്നേഹത്തിനാണ്, അതായത് കൊടുക്കുന്ന സ്നേഹം. നമ്മൾ സ്വയം നഷ്ടപ്പെടുത്തി കൊടുക്കുന്ന സ്നേഹത്തിന്, ആ സ്നേഹമാണ് ഈ സാധനമെല്ലാം ദയ എന്ന് പറയണത്. പിന്നെ എന്താണ്? സൗമ്യത. സൗമ്യത എന്നും പറഞ്ഞൊരു കോമ്പോണൻ്റ് ഇല്ല ശരിക്കും പറഞ്ഞാൽ. സൗമ്യത എന്ന് പറയണത് സ്നേഹം തന്നെയാണ്. അത് സ്നേഹം, സഹിക്കുന്ന സ്നേഹമാകുമ്പോൾ സ്നേഹത്തിൻ്റെ കൂടെ സഹനം ഉണ്ടാകുമല്ലോ. സ്നേഹത്തിൻ്റെ കൂടെ സഹനം. ഇപ്പം നമ്മളൊരു രോഗി, നമ്മുടെ ഒരു രോഗി യൂട്രസ് ഓപ്പറേഷനായിട്ട് നമ്മുടെ നാത്തിന് ആശുപത്രി കിടക്കുകയാണ്. അപ്പം നമ്മളവിടെ പോയി സ്റ്റാൻഡ് ബൈയായിട്ട് നമ്മൾ നിൽക്കുകയാണ്, തുണയായിട്ട് നമ്മൾ നിൽക്കുക. അപ്പോൾ നമ്മൾ ഒരു ദിവസം നിന്ന്, അപ്പോൾ നമ്മുടെ ഇളയനാത്തും പറഞ്ഞ്, ചേച്ചി നിന്നോളൂ, നാളെ ഞാൻ വരാം. അപ്പം നമ്മൾ കുളിക്കാതെ തേക്കാതെ അവിടെ നിൽക്കുകയാണ്. ഇവിടെ വരുമല്ല, നമ്മൾ ഗേറ്റിക്ക് നോക്കും, പണ്ടാരം മഞ്ഞില്ല. അവൾ വന്നിട്ടില്ല എന്ന്. നാശം, അകപ്പെട്ടു പോയി. അപ്പോൾ ആരെങ്കിലും മൊബൈൽ വിളിക്കുമ്പോൾ എന്താണ്, അവളാടിയാണ് വരാമെന്ന് പറഞ്ഞിരിക്കണം. അവിടേക്കാളെ അവളുടെ സ്വഭാവം, അവളിങ്ങനെ കാണിക്കത്തുള്ളൂ എന്നും പറഞ്ഞ് നമ്മൾ പെയ്തും പെരുക്കി അവിടെ നിൽക്കും. ഇവിടെ പെയ്തും പെരുക്കി നിൽക്കും. ഇവിടെയാണ് സൗമ്യത വരണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇത് ക്ഷമയായിട്ട് കൺവേർട്ട് ചെയ്യും. ഈ സിറ്റുവേഷനെ ക്ഷമയായിട്ട് കൺവേർട്ട് ചെയ്യും. ഇതാണ് സ്നേഹം പ്ലസ് സഹനമാണ് ക്ഷമ. ക്ഷമയെന്ന് പറഞ്ഞ സാധനം ഇല്ല. ഇപ്പോൾ ഒരു ഇളയനാത്തും വന്ന് സ്റ്റാൻഡ് ബൈ ആയിട്ട് നിൽക്കാമെന്ന് പറഞ്ഞില്ലേ, എവിടെ കാല് വാരിയില്ലേ. അപ്പോൾ നമ്മൾ ആശുപത്രി ഗേറ്റപ്പോൾ അങ്ങോട്ടും നടന്നിട്ട് തോന്നിവാസം പറഞ്ഞുകൊണ്ട് മൊബൈൽ വിളിച്ച് അവളെ മുഴുവനും പണ്ടാരെ തെറി പറഞ്ഞ് മുടിച്ചോണ്ടിരിക്കണല്ലേ ഈ സാധനത്തിന്. അപ്പം നമ്മൾ നിൽക്കേണ്ടി, ഒരു ദിവസം കൂടി എക്സ്ട്രാ നിൽക്കേണ്ടി വരികയാണ്. അപ്പോഴതിന് ക്ഷമ പറയണത് എന്താണ്? സഹിക്കുന്ന സ്നേഹമാണ് ക്ഷമ. അപ്പോൾ നാത്തുവിന് തെറി പറഞ്ഞുകൊണ്ട് നിനക്ക് പറയാം. അപ്പോൾ ജഡിക മനുഷ്യനാണെങ്കിൽ അങ്ങനെ ചെയ്യാം, ജഡിക മനുഷ്യനാണെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ ഇവിടുത്തെ പ്രശ്നം അതല്ലല്ലോ. അതിനാൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും, അതാണ് പ്രശ്നം. ജഡിക മനുഷ്യനാണെങ്കിൽ നാത്തുവിന് തെറി പറയാം, അയൽക്കൂട്ടത്തിൽ ദിവസം വിളിച്ച് പറയാം, സ്വയാസത്തിൽ വിളിച്ച് പറയാം, ഇതേ ആ പിള്ളേർ അങ്ങനെ കാണിച്ചെന്നൊക്കെ പറയാം. പക്ഷേ ഇവിടെ എന്താ? ജഡിക മനുഷ്യൻ അങ്ങനെ പറയാം, കുഴപ്പമില്ല, നിനക്ക് ഈ ലോകം മാത്രമേ ഉള്ളൂ, വണ്ടി അത് കഴിഞ്ഞ് കെട്ടിയെടുത്ത് പോകാമല്ലോ, ചാപ്റ്റർ ക്ലോസ് ചെയ്യും. പക്ഷേ നിത്യത വരെ ഈശ്വരോട് ജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ എല്ലാവർക്കും ഇതുപോലുള്ള ആൾക്കാർ, ഇപ്പോൾ ഈ പിച്ചിമയും പറഞ്ഞ് നടക്കുന്ന ആൾക്കാർക്കൊന്നും അവിടെ സ്ഥാനമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? അതിനാൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും, പിന്നെന്താണ്? വാത്സല്യഭാജനങ്ങളും പരിശുദ്ധരും എന്ന നിലയിൽ എന്ത് ചെയ്യണം? നിങ്ങൾ കാരുണ്യം, ദയ, വിനയം, സൗമ്യത. ഇപ്പം ക്ഷമയെന്ന് പറയുന്നത് എന്താണ്? സഹിക്കുന്ന സ്നേഹം. ഇനി സൗമ്യതയുണ്ട്. എന്താണ്?
ഇല്ല ശരിയാകും, അവൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടായി കാണും, അവളുടെ കൊച്ചിന് വല്ല അസുഖം വന്ന് കാണും, അതായിരിക്കും ചിലപ്പോൾ അവൾ വരാത്തത്. അവളങ്ങനെ വരാതിരിക്കുന്ന ആളൊന്നുമില്ല, ചിലപ്പോൾ നാളെ വന്നേക്കും. പ്രത്യാശിക്കും. ഈ പ്രത്യാശിക്കുന്ന സ്നേഹമാണ് ക്ഷമിക്കുന്ന, സഹിക്കുന്ന സ്നേഹം ക്ഷമ. ക്ഷമ പ്ലസ് പ്രത്യാശയാണ് സൗമ്യത. അല്ല സൗമ്യത നമ്മൾ സാധനമില്ല. നിങ്ങൾ പറയുന്ന സൗമ്യതയിന് ആൾക്കാർ നല്ല സൗമ്യനായ മനുഷ്യൻ, അത് വെജിറ്റബിൾ ഗാന്ധിയുടെ സംഭവമാണ്. അതും പരിശുദ്ധാത്മയോട് ബന്ധമില്ല. ഗാന്ധി ക്ഷമിക്കുന്ന ആളല്ല, ഞാൻ നല്ല സൗമ്യതയുള്ള ആൾ. ബൈ നേച്ചർ ബ്രാഹ്മണം കാബേജൊക്കെ കഴിച്ച് പച്ചക്കറിയൊക്കെ കഴിച്ച് ആടിനെ പോലെ ഇരിക്കണതാണ്. ആ ആടിൻ്റെ ക്ഷമ അല്ല ഈ സാധനം, ഇത് കരടിയുടെ ക്ഷമയാണ്. ക്രിസ്ത്യൻ ക്ഷമയെന്ന് പറയുന്നത് കരടിയുടെ സിംഹത്തിൻ്റെ ക്ഷമയാണ്. അടിക്കാൻ ഒതുക്കാൻ അറിയാം, പക്ഷേ കർത്താവിനെ പ്രതി സ്നേഹിക്കുന്നു. ഗാന്ധിയുടെ ക്ഷമയെന്ന് പറയുമ്പോൾ അത് ക്യാബേജ് ക്ഷമയാണ്. പച്ചക്കറിയും ആടൻപാലൊക്കെ കഴിച്ച് കഴിക്കുന്ന ആൾക്കാർക്ക് രക്തമൊന്നും അധികം ചൂടാകത്തില്ല, തണുത്തിരിക്കുക, ആരുടെ വേണമെങ്കിൽ ക്ഷമിക്കണമെങ്കിൽ ഒരു കുഴപ്പമില്ല. അത് ആടിൻ്റെ ക്ഷമ. ക്രിസ്ത്യാനിയുടെ ക്ഷമ കരടിയുടെ ക്ഷമ. അടിച്ചൊതുക്കാനുള്ള കഴിവുണ്ട്, പക്ഷേ ഈ ആളെ ഓർത്തിട്ട് എന്താ സംഭവിക്കുന്നത്? അതിനാൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യഭാജനങ്ങളും പരിശുദ്ധരുമെന്ന നിലയിൽ നിങ്ങൾ കാരുണ്യം, ദയ, വിനയം, സൗമ്യത, ക്ഷമ എന്നിവ ധരിക്കുവിൻ. ഒരാൾക്ക് മറ്റൊരാളുടെ പരിഭവം ഉണ്ടായാൽ പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ. എല്ലാത്തിൻ്റെയും ഫ്രെയിം ഓഫ് റെഫറൻസ് എന്താ? ആളാണ്. അതാണ് കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങൾ ക്ഷമിക്കുവിൻ. സർവോപരി ഇതെവിടെയാ പ്രശ്നം? സർവോപരി ഒന്ന് വായിച്ചേ, 14 സർവോപരി എല്ലാത്തിനെയും കൂട്ടിയിണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം പരിശീലിക്കുവിൻ. അപ്പം മനസ്സിലായില്ലേ? എല്ലാത്തിനെയും കൂട്ടിയിണക്കണം. പല പാരവെപ്പുകാരുണ്ട്, സൂചിവെപ്പുകാരുണ്ട്. ചില ആൾക്കാർ ഇപ്പം സെമയിലൊക്കെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ ആദ്യമൊക്കെ ഭയങ്കര പ്രശ്നമായിരിക്കും. കാര്യം നല്ല തടിയന്മാരൊക്കെ വന്നിട്ട് ആദ്യത്തെ അവരെല്ലാം കോരിട്ട് തിന്നിച്ച് പോകും. കുറേ കാലം കൊണ്ട് അവരൊക്കെ ശരിപ്പെട്ട് വീട്ടിൽ നിന്ന് വന്നതല്ലേ, കുറേ കാലം കൊണ്ട് ശരിയായി വരത്തുള്ളൂ. പക്ഷേ അങ്ങനെ ഉള്ളവരുണ്ടാവും. പിന്നെ നമ്മുടെ കൂടെ ഇവിടെയൊക്കെ വരും, പക്ഷേ 5 പൈസ ബസ് ഫെയർ പോലും എടുക്കത്തില്ല, അടുത്ത കൈക്ക് ഉപ്പുതൊക്കെ എടുക്കത്തില്ല. അങ്ങനെയുള്ള 6 പിശുക്കന്മാരും ഉണ്ടാവും. 6 പിശുക്കന്മാരും ഉണ്ടാവും. 10 ചോദിച്ചാൽ 20 കൊടുക്കണ ധാരാളികളും ഉണ്ടാവും. ഇതിന് എല്ലാത്തിനെയും അവരെല്ലാം നന്നായിട്ട് അവരെ സ്നേഹിക്കാൻ വിചാരിക്കരുത്. അവരെല്ലാം അവരുടെയൊക്കെ പരിമിതികളുണ്ടല്ലോ, അവരെല്ലാം ശരിയായിട്ട് നമ്മളെ കോട്ടപ്പാട്ടിയോ നമ്മളില്ല മണ്ണഞ്ചേരി വഴിക്ക് മാമായില്ലെന്ന് പറയും. അങ്ങനെ പറയും. അതായത് അയാളോട് അടുക്കാൻ കൊള്ളതെന്ന്. അങ്ങനെയല്ലേ, പരിപൂർണ്ണ സ്നേഹം വരുമ്പോൾ ഇങ്ങനെയുള്ള എല്ലാത്തിനെയും കൂട്ടി ഇണക്കണം. അതാണ് സംഭവം. അതിന് നല്ല അഭിഷേകം കിട്ടണം. അഭിഷേകമാണത്. എല്ലാവരോടും അവർക്ക് പരിമിതികളുണ്ടാകും. അത് ചിലപ്പോൾ അവരുടെ ജീവിതകാലം മുഴുവൻ ഉണ്ടായിട്ടുള്ള അതെല്ലാം മാറ്റിയിട്ട് ഇപ്പം കടലിലെ തിര ഒരുത്തൻ കടലിൻ്റെ വാതിക്കപ്പോൾ നിൽക്കുക, എണ്ണയും തേച്ച് എന്നാടാ കുളിക്കാൻ ശരി കുളിക്കും എന്നും പറഞ്ഞ് അയാൾ പരിചയക്കാരനാണ്. അയാൾ ചന്തക്കടലിൽ മീൻ മേടിക്കാൻ പോയി, അവിടെ വെള്ളം എടുക്കാനൊക്കെ താമസിച്ച് അയാൾ തിരിച്ചു വരികയാണ്. തിരിച്ചു വന്നപ്പോഴും അയാളുടെ ഉണ്ട്, എന്നാടാ കുളിച്ചില്ലേ? കുളിക്കണം കറക്റ്റാ. അപ്പോൾ നിൽക്കണം, രാവിലെ നിൽക്കണം, എണ്ണയും തെച്ച് കടലിട്ട് നോക്കി നിൽക്കണേ. യവൻ വൈകുന്നേരം തിരിച്ച് വന്ന്, എടാ പഹയാ നീ ഇപ്പോഴും കുളിച്ചില്ലേ? കുളിക്കണം, തിര ഒന്ന് ഒടുങ്ങിത്ത് കുളിക്കാൻ കുളിക്കണം. എന്താ പ്രശ്നം? കടലെ തിര ഒഴിഞ്ഞിട്ട് കുളിക്കാൻ പറ്റുമോ? ഈ മനുഷ്യന്മാരെല്ലാം നന്നായിട്ട് നമുക്ക് അവരെ സ്നേഹിക്കാൻ പറ്റുമോ? അവരൊരായിരിക്കുന്ന അവസ്ഥയിൽ എല്ലാത്തിനെയും കൂട്ടി ഇണക്കണം നമ്മൾ. അത് ചുമ്മാ എടുക്കാൻ പറ്റത്തില്ല. ബൈബിൾ പറയണത് എല്ലാത്തിനെയും കൂട്ടിയിണക്കുന്ന സ്നേഹം യു ട്രെയിൻ യുവർ സെൽഫ്, നിങ്ങളത് പരിശീലിക്കണമെന്ന്. അങ്ങനെ ഓരോ ട്രെയിനിങ് മാസ്റ്റർ ഇങ്ങനെ ഓരോ ട്രെയിനിങ് തരും. ഇളയ നാത്തിനെ പോലെ മൂത്ത നാത്തൻ ഇരിക്കത്തില്ല, മൂത്ത നാത്തിനെ പോലെ അരികത്ത് ഇരിക്കത്തില്ല. എല്ലാം ഓരോരോ ഓരോരോ മുകളിലുണ്ടായിരിക്കുന്നതാണ്. അവരവരുടെ നിലവാരമൊന്നും വിട്ട് ചെയ്യത്തില്ല. ഇപ്പോൾ ഒരു കല്യാണത്തിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ബന്ധുക്കളാണെങ്കിൽ സഹായിച്ചു കൊടുക്കും. ചില ആൾക്കാർ സഹായിക്കത്തില്ല. ചിലക്ക് അപ്പം തന്നെ ബ്യൂട്ടി പാർലറിൽ കയറിയിരിക്കും, ഇതെവിടെ നിന്ന് മേടിച്ചതാണ്,
എന്ത് പാക്കാണിത്, ഡയമണ്ടാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പുറത്ത് മുളകരിഞ്ഞും സവാള അരിഞ്ഞൊക്കെ മൂക്കും മുഞ്ഞൊക്കെ പോയി അവിടെ ചില ആൾക്കാർ പ്രാകൃത വേഷം പിടിച്ചിട്ടുണ്ട്. അവർ കുളിച്ചിട്ട് വേണം ഇതിന് തിരിച്ച് ഇവിടെ മധുരം കിള്ളാൻ വരാൻ. ഇതുവരെക്കാൾ ഉത്തരവാദിത്തമുള്ള ആൾക്കാർ പെണ്ണിൻ്റെ ബ്യൂട്ടി പാർലർ എൻ്റെ മുറിയുടെ അകത്ത് കയറി ഇരിക്കുകയാണ്, ബ്യൂട്ടീഷ്യൻ്റെ കൂടെ വലിയ സോറായും കഥയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എടി വാഴ ഒന്ന് സഹായിക്കടി, ഇങ്ങനെയുള്ള സാധനത്തിനെ കൂടണം. അവിടെ പുച്ഛം കാണിക്കാൻ പറ്റത്തില്ല. അവരിന് കുറച്ച് കാലം കൊണ്ട് ചിലപ്പോൾ ശരിയായി വരത്തുള്ളൂ. പക്ഷെ ഇതിനെല്ലാം ഡിഗ്രീസ് ഉണ്ട്. നമ്മൾ ഇവരെല്ലാം നന്നായിട്ട് കടലിലെ വെള്ളം ഈ തിര മുഴുവൻ ഒതുങ്ങിയിട്ട് കുടിക്കാൻ പറ്റത്തില്ല. ഇതെല്ലാത്തിനും ഉൾക്കൊണ്ടുകൊണ്ട് സൗമ്യതയോടെ നിങ്ങളോട് വന്ന് എന്തെങ്കിലും ആർക്കെങ്കിലും പരിഭവമോ പ്രയാസങ്ങളോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളോട് വന്ന് നാത്തൂനെ ഇടോ, എവിടെ ചേച്ചി ഇടോ, ആൻറ്റി ഇടോ, ഇങ്ങനെയുണ്ടോ, അങ്ങനെ സംഭവിച്ചോടോ, ഇങ്ങനെ പറഞ്ഞോടോ, എന്താണ് ചെയ്യേണ്ടത് ഇന്ന് നമ്മൾ ചോദിക്കണം. നമ്മളുടെ ഒരു നിപ്പും നിലയും മാതാവിനെ പോലെയുള്ള ഈ സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്ക് നവീകരിക്കുന്ന പുതിയ മനുഷ്യനില്ലേ, ഇവരെ സ്വീകരിച്ചിട്ടുള്ള ജീവിത പുനഃക്രമീകരണമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായ? എന്നാൽ മാത്രമേ പരിശുദ്ധാത്മാവ് നിലനിൽക്കത്തുള്ളൂ. പരിശുദ്ധം കിട്ടിയാൽ പോരല്ല, നിലനിൽക്കണ്ടേ. അത് ജീവിത ക്രമീകരണത്തിലൂടെ മാത്രമേ പരിശുദ്ധാത്മാവ് നിലനിൽക്കത്തുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് നിർവീര്യമായി പോകും. നിങ്ങൾക്കിപ്പോൾ പരിശുദ്ധാത്മാവിനെയും കൃപയും കിട്ടും. പക്ഷെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൊടുക്ക വാങ്ങലുകളെല്ലാം കറക്റ്റായില്ലെങ്കിൽ ഇത് നിർവീര്യമായി പോകും. അതുകൊണ്ട് ബൈബിൾ വളരെ കാർക്കശ്യമായിട്ട് പറയും, കർത്താവിൻ്റെ വിശുദ്ധ രക്തത്തിൻ്റെ വിലയായിട്ട് ആത്മാവ് നിനക്ക് തരണത്, നീയായിട്ടത് നിർവീര്യമാക്കരുത്. 1 തെസ്സലോണിയ 5:19 ശ്രുതികട ഹല്ലേലൂയ യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്വരമുയർത്തി കൈകൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്, പ്രവചനങ്ങളെ നിന്ദിക്കരുത്, എല്ലാം പരിശോധിച്ച് നോക്കുവിൻ, നല്ലവയെ മുറുകെ പിടിക്കുവിൻ, എല്ലാത്തരം തിന്മയിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യുവിൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആത്മാവിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എന്താ? 1 തെസ്സലോനിക്കർ 5:19 ഇത് കൃപ കിട്ടിയ നിർവീര്യമായി പോകും. നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിലേ എന്തുകൊണ്ടാണ് നിർവീര്യമാകണമെന്നറിയാവോ? പരിശുദ്ധാത്മാവ് ഒരേ സമയം തന്നെ വ്യക്തിയും ഒരേ സമയം തന്നെ ശക്തിയുമാണ്. ശക്തിയാണെന്നുള്ള രീതിയിലാണ് വീര്യം കുറഞ്ഞ്. ശക്തിയാണെങ്കിൽ പിന്നെ എന്ത് പറ്റും? നമ്മളത് വേണ്ട വിധം ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ 1 തെസ്സലോനിക്കർ 5:19 അനുസരിച്ചുകൊണ്ട് നിർവീര്യമായി പോകും. പരിശുദ്ധാത്മാവ് വ്യക്തിയാണ് ഈശോനെ പോലെ. അപ്പോൾ വചനം പറയും, പരിശുദ്ധാത്മാവിന് വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ദുഃഖിപ്പിക്കരുതെന്ന് പറയും. എഫേസ്യസ് 4:27, 28, 29, 30 വരെയുള്ള തിരുവചനങ്ങൾ. എഫേസ്യസ് 4. ദൈവത്തിൻ്റെ രക്ഷയുടെ ദിനത്തിന് വേണ്ടി നിങ്ങളെ മുദ്രിതമാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. 4:30. അപ്പോൾ എന്താണ്? വ്യക്തിയായതുകൊണ്ടാണ് അങ്ങനെ പറയണത്. ശക്തിയായതുകൊണ്ടാണ് പറയണത് നിർവീര്യമാക്കരുത്. ദൈവം ഒരേ സമയം തന്നെ വ്യക്തിയുമാണ്, അതേസമയം തന്നെ ശക്തിയുമാണ്. ദൈവം വ്യക്തിയായതുകൊണ്ട് വ്യക്തിയിൽ നിന്ന് ഈ ശക്തി നമ്മളിലേക്ക് അപ്ലോഡ് ചെയ്യും. ഈ ശക്തിക്കാണ് കൃപയെന്ന് പറയണത്. വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ അഹങ്കരിക്കാതിരിക്കാൻ അവൻ എനിക്ക് മുള്ളു തന്നു. പിശാചിന്റെ ദൂതൻ എന്നെ വിട്ടുപോകണമെന്ന് കണ്ണീരോടെ ഞാൻ പലവട്ടം പ്രാർത്ഥിച്ചു. അപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, മൈ ഗ്രേസ് ഇസ് സഫിഷ്യൻറ്റ് ഫോർ യു. നിനക്കെൻ്റെ കൃപ മതി. 2 കൊരിന്ത്യർ 12:9-10. നിനക്കെൻ്റെ കൃപ മതി. എന്തെന്നാൽ പറഞ്ഞേ, എന്തെന്നാൽ ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത്. ഞാൻ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. അപ്പോഴേ നിനക്കെൻ്റെ കൃപ മതി. ദാറ്റ്സ് ഓക്കെ. ക്ലിയർ? മനസ്സിലായില്ലേ? കൃപ എന്താണെന്ന് ഉടനെ പറയുകയാണ് ബൈബിള്.
ഈ ഒറ്റ വാക്കിലേ അതുള്ളൂ, വേറെ ഇല്ല. കൃപ എന്താണെന്ന് പറയുകയാണ്. എന്താ കൃപ? എന്തെന്നാൽ ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത്. നിനക്കെൻ്റെ കൃപ മതി എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്ക് എന്താണ്? കൃപ എന്താണ്? എപ്പോൾ പ്രവർത്തിക്കുന്നു? കൃപ ശക്തിയാണ്. എപ്പോൾ പ്രവർത്തിക്കുന്നു? നിൻ്റെ ബലഹീനതയിൽ. അതാണ് അച്ഛൻ പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ ബലഹീനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. അപ്പോൾ ചില സമയത്ത് ഇപ്പോൾ ആ ചേട്ടായി കൊണ്ടുവന്ന അനുജൻ കൊണ്ടുവന്ന് അപ്പനെയും അമ്മനെയും ചേട്ടായുടെ കൂടെ ആക്കില്ലേ? അപ്പോൾ എന്നാ പറ്റി? ചേട്ടായിയുടെ മക്കളുടെ ക്രിസ്മസിൻ്റെ ഉടുപ്പ് ഒരെണ്ണം കുറഞ്ഞു, കൂട്ടാൻ വെക്കാനുള്ള ഒരെണ്ണം കുറഞ്ഞു. കാറിന് പോകേണ്ട കാലത്ത് അവസാനം ബസ്സിന് പോകേണ്ടി വന്നു. പല പ്രശ്നങ്ങളാണേ. ആ കല്യാണ വീട്ടിൽ കാറിനെ പോകണം, അവിടെ എല്ലാം കാറിനാണ് വരുന്നത്. ഇപ്പോൾ നമ്മുടെ നിലയും വില അനുസരിച്ചുകൊണ്ട് ടാക്സിയെങ്കിലും പിടിച്ചുകൊണ്ട് പോകണം. അപ്പോൾ കൊണ്ടാരം ഇയാളെല്ലാം അനിയനെ സൂചിപ്പിക്കാൻ വേണ്ടി നടന്നു. ഇപ്പോൾ നമ്മൾ സർക്കാർ വണ്ടി ജനകീയ വടിയെ നർച്ചിനെ പോലെ തൂക്കിക്കിടക്കേണ്ട അവസ്ഥ വന്നില്ലേ? തൻ്റെ കൂടെ പുറത്ത് എന്നെ സമ്മതിക്കണം. അതാണ് വൈഫ് പറയണത്. അവളങ്ങനെ പറഞ്ഞില്ല, പക്ഷെ പറയാൻ സാധ്യതയുള്ള ഒരു ഡയലോഗാണത്, ഇല്ലേ? അതാണ് സാധനം. അപ്പോൾ അതാണ്. അപ്പോൾ ബലഹീനമായി. അപ്പോൾ കൃപ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തെന്നാൽ ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ നിനക്കെൻ്റെ കൃപ മതിയെന്ന് പറയുമ്പോൾ എന്താണ് കൃപ? ദൈവത്തിൻ്റെ ശക്തിയാണ്. എന്തെന്നാൽ ബലഹീനതയിലാണ്, ഈ ഒരു സാഹചര്യത്തിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത്. ഈ സാഹചര്യത്തിലേ പ്രവർത്തിക്കത്തുള്ളൂ. അതാണ് പ്രശ്നം. അതുകൊണ്ട് പൗലോസ് പറയും, ഞാൻ ബലഹീനാക്കപ്പെടുമ്പോഴാണ് ഞാൻ ശക്തനാക്കപ്പെടുന്നതെന്ന് പറയും. എൻ്റെ ദൈവവേദന വൈഫായാലും ഹസ്ബൻഡായാലും അയൽവാസി ആയാലും ആരെങ്കിലും വഴി നിങ്ങൾ ഒന്ന് ബലഹീനമാക്കിയ ഒരു താങ്ക്സ് പറയാൻ മറക്കരുത്. എന്തിനാണ്? അത് നിന്നെ ശക്തീകരിക്കാൻ, കൃപയുടെ അഭിഷേകം തരാൻ വേണ്ടി ദൈവത്തിൻ്റെ ക്രമീകരണമാണ്. അതുകൊണ്ടാണ് അച്ഛൻ പറയുന്നത്, കർത്താവിൻ്റെ കൺവെട്ടത്ത് തന്നെ ഉണ്ടാകണം ജീവിതത്തിൽ. ഇങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ പിശാചിൻ്റെ കൺവെട്ടത്ത് നിന്ന് കഴിഞ്ഞാൽ അവൻ പറയുവേ, ഇപ്പം എങ്ങനെ ഉണ്ട് പറയില്ലേ, അസലായി ബുദ്ധിബോധമില്ലാത്ത പൊറുക്കാനറിയണം എന്ന് പറയുമ്പോൾ നിങ്ങളത് കേട്ടുകൊണ്ട് വന്ന് നിങ്ങളുടെ ഭർത്താവിൻ്റെ കടുത്തേക്ക് കയറും. അതുകൊണ്ട് കർത്താവിൻ്റെ കൺവെട്ടത്തുണ്ടാകണം. എന്തെങ്കിലും ബലഹീനമാക്കുന്ന സാഹചര്യം ഉണ്ടായാൽ, ഇപ്പം എൻ്റെ കാര്യം ഞാൻ പറയുകയാണ്, എന്നെ തമ്പരാൻ ഒരു ആഴ്ചയിൽ എവിടെന്തെങ്കിലുമൊക്കെ ഒരടി തരും. ഞാൻ മിണ്ടത്തിലൊരു മനുഷ്യനോട് ഒരു പാസ് പോലും ചെയ്യത്തില്ല. മരിച്ച് മര്യാദക്ക് വന്ന് കർത്താവിൻ്റെ അടുത്ത് വെറുതെ ഇരിക്കും. കാര്യം എന്താ? ഇരുന്ന് ഒരു 4 കൊന്ത ഒറ്റയടിക്ക് ചെല്ലും. എന്തിനാണെന്നറിയാവോ? ഇത് പവറിങ് സമയമാണ്. എനിക്കറിയാം എനിക്കുണ്ടായ പ്രശ്നം ഞാൻ പരിഹരിക്കേണ്ട കാര്യമില്ല. എനിക്ക് 59 വയസ്സുണ്ട്. എൻ്റെ കർത്താവാണ് ഇന്ന് വരെ എല്ലാം പരിഹരിച്ചിരിക്കുന്നത്. ഇന്ന് വരെ എൻ്റെ കർത്താവാണ് എല്ലാം പരിഹരിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ ജോലി എന്താ? അവൻ്റെ അടുത്ത് വന്നിരിക്കുക, അവനെക്കൊണ്ട് പരിഹരിപ്പിക്കുക. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മൗനമായിരുന്നാൽ മതി. അതാണ് സാധനം. പുറപ്പാട് 14 കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മൗനമായിരുന്നാൽ മതി. അമ്മയ്ക്ക് അതുകൊണ്ട് തിടുക്കമൊന്നുമില്ല. അമ്മയ്ക്ക് തിടുക്കില്ല. അമ്മയും എന്തു ചെയ്യും? യേശുവിൻ്റെ അമ്മ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു, അതിനെക്കുറിച്ച് ചിന്തിച്ചു, അത്രയേ ഉള്ളൂ. അതാണ് ലൂക്ക 8:21, 11:27. ആരാണ് എൻ്റെ അമ്മ എന്നിട്ട് ഈശോ പറഞ്ഞിട്ട്, ഞാൻ ചോദിച്ചതേ ഉള്ളു, ഇങ്ങോട്ട് കെട്ടിയെടുത്ത് പറയാൻ നിൽക്കണ്ട, ഞാൻ തന്നെ അങ്ങോട്ട് പറയാം, നിങ്ങൾക്ക് അറിയത്തില്ലെന്ന് പറയും. അമ്മയെക്കുറിച്ച് ഇന്നും അറിയത്തില്ലല്ലോ. അമ്മയെക്കുറിച്ച് ബന്ധക്കോസുകാർ എന്തെല്ലാം തോന്നിയ ദിവസം പറയണം. ആരാണ് എൻ്റെ അമ്മ എന്നൊരു ചോദ്യം അറിഞ്ഞിട്ടും പറയും, ഇങ്ങോട്ട് ഉത്തരം പറയാൻ നിൽക്കണ്ട, പറഞ്ഞാൽ തെറ്റിപ്പോവും. കാര്യം നിന്നെ പറ്റിയിട്ടില്ലല്ലേ, എന്നെയല്ലേ പറ്റത്, ഞാനല്ലേ പാല് കുടിച്ചു, ഞാനല്ലേ മടി കിടന്നത്, അവരല്ലേ എന്നെ വെച്ച് 4 കാലം വീണ് കണ്ടം വഴി ഓടിയത്, അവരെല്ലാം എനിക്കറിയാം. ഐ വിൽ സേ, ഞാൻ പറയാം എൻ്റെ അമ്മ ആരാണെന്ന്. ദൈവവചനം കേൾക്കുകയും എൻ്റെ അമ്മ അതാണ്, അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ആളെ എൻ്റെ അമ്മ. കൈയിടിച്ച് കർത്താൻ ശക്തിയോടെ സ്തുതിക്കട്ടെ. കൈകളടിച്ചുകൊണ്ട് ദൈവം തന്നോരമ്മ, യേശുവിൻ്റെ അമ്മ, നന്മ നിറഞ്ഞോരമ്മ,
ഭൂലോകത്തിനം ചേർന്ന് ദൈവം തന്നോരമ്മ, യേശുവിൻ്റെ അമ്മ, നന്മ നിറഞ്ഞോരമ്മ. കൈകൾ ഉയർത്തിയടിക്കാം. അമ്മേ ആശ്രയമേ, അമ്മേ ശാശ്വതമേ, അമ്മേ ആശ്രയമേ, അമ്മേ ശാശ്വതമേ. മക്കളാം ഞങ്ങൾക്കെന്നും ആനന്ദമേ, മക്കളാം ഞങ്ങൾക്കെന്നും ആനന്ദമേ. ദൈവം തന്നോരമ്മ, യേശുവിൻ്റെ അമ്മ, നന്മ നിറഞ്ഞോരമ്മ, ഭൂലോകത്തിനം. ദൈവം തന്നോരമ്മ, യേശുവിൻ്റെ അമ്മ, നന്മ നിറഞ്ഞോരമ്മ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈകൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നിൽ നിന്നും രക്ഷകനെ ഞങ്ങൾക്കു നൽകി, നിന്നിൽ നിന്നും രക്ഷകനെ ഞങ്ങൾക്കു നൽകി. നമ്മുടെ പാപമില്ല തിരുരക്തത്താൽ കഴുകി, നമ്മുടെ പാപമില്ല തിരുരക്തത്താൽ. കൈകൾ ഉയർത്തിയടിച്ച്. അമ്മേ ആശ്രയമേ, അമ്മേ ശാശ്വതമേ, അമ്മേ ആശ്രയമേ, അമ്മേ ശാശ്വതമേ. മക്കളാം ഞങ്ങൾക്കെന്നും ആനന്ദമേ, മക്കളാം ഞങ്ങൾക്കെന്നും ആനന്ദമേ. ദൈവം തന്നോരമ്മ, യേശുവിൻ്റെ അമ്മ, നന്മ നിറഞ്ഞോരമ്മ, ഭൂലോകത്തിനം. ദൈവം തന്നോരമ്മ, യേശുവിൻ്റെ അമ്മ, നന്മ നിറഞ്ഞോരമ്മ, ഭൂലോകത്തിനമ്മ. Praise the Lord. Praise the Lord. ഇരിക്കുക. 1 കൊറിന്ത്യൻസ് 15:26. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Praise the Lord. ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും നിസ്സാരനാണ്. 1 കൊരിന്ത്യൻസ് 15:9. ദൈവത്തിൻ്റെ സഭയെ പീഡിപ്പിച്ചത് നിമിത്തം അപ്പോസ്തലൻ എന്ന നാമത്തിന് ഞാൻ അയോഗ്യനുമാണ്. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിൻ്റെ കൃപയാലാണ്. എന്തെന്നാൽ ദൈവം ചൊരിഞ്ഞ കൃപ എന്നിൽ നിഷ്ഫലമായി പോയിട്ടില്ല. നേരെ മറിച്ച് മറ്റെല്ലാവരെയുംക്കാൾ അധികമായി ഞാൻ അധ്വാനിച്ചു. എന്നാൽ ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. പ്രൈസ് ദി ലോർഡ്. അപ്പം കൃപ ശക്തിയാണെന്ന് കണ്ടു. കൃപയെ നമ്മുടെ ജീവിതത്തിൻ്റെ പുനഃക്രമീകരണം മോശം കാരണം കൃപയെ ശക്തിയെ നിർവീര്യമാക്കണമെന്ന് കണ്ടു. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന് കണ്ടു. ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. ഇപ്പോഴെന്താ പറയണത്? കൃപ നിലനിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ അപ്പോസ്തലന്മാരുടെ ഏറ്റവും നിസ്സാരമാണ്. കാര്യം ദൈവത്തിൻ്റെ സഭയിൽ ഞാൻ സാവൂളായിട്ട് നടന്ന് പീഡിപ്പിച്ചതാണ്. അതുകൊണ്ട് ഈ പേരിന് പറയാൻ യോഗ്യനല്ല. പിന്നെ ഞാൻ എന്തായിരിക്കും? അത് കർത്താവിൻ്റെ കൃപയാലാണ്. പക്ഷേ എന്താ പറഞ്ഞിരിക്കണത്? അത് കൃപയാലാണ്. ആ കൃപ വെച്ച് ഞാനെന്ത് ചെയ്ത്? മറ്റെല്ലാവരെയുംക്കാൾ കൂടുതലായി ഞാൻ അധ്വാനിച്ചു. ഞാനല്ല, എന്നിലുള്ള ദൈവകൃപ. അപ്പോൾ ദൈവകൃപ എന്തിനുള്ളതാണ്? കർത്താവിന് വേണ്ടി അധ്വാനിക്കാനുള്ളതാണ്. ധ്യാനം കൂടി വീട്ടിൽ പോയി വെറുതെ വരുത്തിയിരിക്കരുത്. കർത്താവിന് വേണ്ടി ഞാൻ എപ്പോഴും ഓർക്കുകയും മറ്റച്ഛന്മാരെക്കാൾ എനിക്കെന്താ പ്രാധാന്യം? ഒരു പ്രാധാന്യമുള്ള എൻ്റെ വീക്ക്നെസ് എന്നെപ്പോലെ അറിയാവുന്ന ആരുണ്ട്? ദൈവം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. പിന്നെ എന്തുകൊണ്ട് അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ടത്? നിങ്ങൾ കാണുന്ന പോലെ ഞാൻ ഇത്ര അകലെയല്ലേ എനിക്ക് അമ്മയെ തൊടാമായിരുന്നു. അത്രയും ബുദ്ധിയും ചെന്നില്ല ആ സമയത്ത്. അപ്പോൾ ഞാൻ എപ്പോഴും ഓർക്കുവേ, എന്തുകൊണ്ടാണെന്ന് അറിയാവോ? ഞാൻ അച്ഛനായ കാലം മുതലേ എപ്പോഴും ചിന്തിക്കും. ബ്രദറായിരുന്ന സമയത്ത് ഞാൻ നിങ്ങൾ പറഞ്ഞില്ലേ, 8 മണി 12 മണിക്കൊക്കെ എഴുന്നേറ്റ് 4 മണി ഇരുന്ന് പ്രാർത്ഥിക്കും. എന്തിനാ? പെട്ടെന്ന് അച്ഛനാക്കാൻ. എന്തിനാ? മിഷൻ ജോലി ചെയ്യാനാ. കർത്താവിനെ അറിയാത്തവരെ അറിയിക്കാൻ, അറിഞ്ഞവരെ ആഴപ്പെടുത്താൻ. ദൈവത്തിലെ നിന്നോടിപ്പോൾ നീ ദൈവത്തോട് കൃപ ചോദിച്ചാലേ അനുഗ്രഹം ആർക്കും കൊടുക്കും, ഏത് പട്ടിക്കും കൊടുക്കും, ഒരു പ്രശ്നവുമില്ല. ഈ പ്രപഞ്ചത്തിൽ ഇതെല്ലാം ദൈവം ഉണ്ടാക്കിയിരിക്കുകയാണ്. അനുഗ്രഹം സൃഷ്ടിച്ചപ്പോൾ തന്നെ അനുഗ്രഹിച്ചില്ലേ?
പിന്നെ അനുഗ്രഹത്തിന് പ്രത്യേകം പ്രസക്തി ഇല്ലല്ലോ, പ്രാർത്ഥിച്ചില്ലെങ്കിൽ അനുഗ്രഹം കിട്ടും. ഇപ്പോൾ പ്രാർത്ഥിച്ച ആൾക്കാർക്ക് തന്നെയാണ് എല്ലാം PSC ടെസ്റ്റിന് റാങ്ക് കിട്ടുന്നത്. യുക്തിവാദികളും നിരീശ്വരവാദികളും ദൈവത്തിനെ മറത്ത് ജീവിക്കുന്ന ആൾക്കാർക്ക് കിട്ടണില്ലേ? ഈ പിള്ളേരൊക്കെ ഉണ്ടാകണത് എല്ലാവരും എല്ലാം സത്യസന്ധമായിട്ട് പോകുന്ന ആൾക്കാരെ പിള്ളേരുണ്ടാകുന്നത്. ഇവിടെ ബില്ലാതെ 45 പിള്ളേരുണ്ട്. അല്ല, തോക്കെടുത്താൽ പിടിച്ചു പോകുന്ന ആൾക്കാർക്ക് എന്താ? അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊന്നും അനുഗ്രഹങ്ങൾ കാണിക്കുന്ന ഭൗതിക ആനുകൂല്യങ്ങളൊന്നും പ്രാർത്ഥനയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളല്ല. നമ്മൾ പിന്നെ പ്രാർത്ഥിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പ്രകൃതി കിടക്കുന്ന സാധനമല്ല നമുക്ക് വേണ്ടത്. അപ്പ കൈകൊണ്ട് എടുത്ത് തന്നെ. ചില പിള്ളേർ പറയണേ, എടാ അടുക്കളയിൽ പോയി എടുത്തോ, ഇല്ല അമ്മ എടുത്ത് തന്നെ എന്ന് പറയലേ, അത്രയുള്ള കാര്യം. ചില മക്കൾ സമ്മതിക്കത്തില്ല. അമ്മ എടാ മേശപ്പുറത്ത് ഇരിപ്പുണ്ട് എടുത്തല്ലേ, എൻ്റെ കൈ ഒഴിയത്തില്ല, ഇല്ല അമ്മ കൈ ഒഴിഞ്ഞിട്ട് വന്നാൽ മതി, അമ്മ എടുത്ത് വന്നാൽ മതി. കാര്യം തിന്നണമല്ല പ്രശ്നം, അമ്മയുടെ കൈ കൊണ്ട് തിന്നുമ്പോൾ അതിന് വേറെ തൃപ്തിയാണ്. നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് പ്രകൃതിയിലെല്ലാം ഉണ്ട്, മക്കളുണ്ട്, വിവാഹമുണ്ട്, ജോലിയുണ്ട്, എല്ലാം ഉണ്ട്. പ്രാർത്ഥിക്കാത്തവർക്ക് ഇതെല്ലാം കിട്ടുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ പറയും അപ്പാൻ്റെ കൈ കൊണ്ട് തന്നെ, എനിക്ക് കുഞ്ഞിനെ വേണം തന്നാം, എനിക്ക് വിവാഹം വേണം, വീട് വേണം, പക്ഷെ അപ്പാൻ്റെ കൈ കൊണ്ട് തന്നാം. അതിനാണ് നമ്മൾ പ്രാർത്ഥിക്കണത്. അല്ല പ്രാർത്ഥിച്ചിട്ട് ഇല്ലാത്ത സാധനം ഉണ്ടാക്കിയെടുക്കുകയല്ല. IELTS ആയാലും ഹാദായാലും MO വെച്ചാലും അപ്പാൻ്റെ കയ്യിൽ നിന്ന് കിട്ടണം. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അല്ല പ്രാർത്ഥിച്ചിട്ട് ഒരു സാധനം ഇല്ലാത്ത ഉണ്ടാക്കാൻ പോകുകയല്ല. അത് നിരീശ്വരവാദിക്ക് കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ, ദുഷ്ടനാണെങ്കിലും സെൻറ്ററിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങിയേ ഉണ്ടെങ്കിലും ദുഷ്ടൻ്റെ പേരും ചിട്ടൻ്റെ പേരും മഴ പെയ്യിപ്പിക്കും, നീതിമാന്മാരുടെ മേലും നീതിരഹിതൻ്റെ പേരും ഞാൻ എൻ്റെ സൂര്യനെ ഉദിപ്പിക്കും. പക്ഷേ നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പുത്രരാകേണ്ടതിന് ശത്രുക്കളെ സ്നേഹിക്കുക. അപ്പം പുത്രർ എന്ന രീതിയിൽ അപ്പൻ്റെ കയ്യിൽ നിന്ന് മേടിക്കണതിനാണ് പ്രാർത്ഥിക്കുന്നത്. അല്ലെങ്കിൽ പ്രാർത്ഥിക്കേണ്ട ഒരു ആവശ്യമില്ല. ഭൗതിക ആനുകൂല്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. ഇൻടേക്കുകളെല്ലാം വിസർജിക്കുമെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. എന്ത് തന്നാലും അത് പോകുന്നു. അപ്പോൾ എന്താ, നിങ്ങൾ ആദ്യം ദൈവരാജ്യത്തെ അതിൻ്റെ നീതിയെയും കുറിച്ച് അന്വേഷിക്കണം, ആദ്യം കൃപയെക്കുറിച്ച് അന്വേഷിക്കണമെന്നാണ് പറയുന്നത്. അത് കൃപ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം തന്നെ പൗലോസ് പറഞ്ഞില്ലേ, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എൻ്റെ യോഗ്യതയാലല്ല, കർത്താവിൻ്റെ കൃപ കൊണ്ടെന്ന്. അത് ആശ്രയിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. എഫേസ്യസ് എപ്പോഴും 2:8 പറയും, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എൻ്റെ യോഗ്യതയല്ല, കർത്താവിൻ്റെ കൃപ. അപ്പം കൃപയാകുമ്പോൾ ദൈവത്തിൻ്റെ മകളെപ്പോലെ ജീവിക്കാൻ നീ തീരുമാനിക്കാനാണ് ദൈവത്തിൻ്റെ മകളുടെ ജീവിത വ്യാപാരങ്ങളെ വിമർശനത്തിനും ധ്യാനത്തിനും വിധേയമാക്കി നമ്മൾ ഈ ദിവസങ്ങളിൽ സംസ്കരിച്ച നോക്കിയത്. അമ്മ വഴി നല്ല വഴിയാണ്. അമ്മ അതുകൊണ്ട് ഈശോ എപ്പോഴും അമ്മയെക്കുറിച്ച് പറയുമ്പോൾ ഈശോ വല്ലാതെ വളരെ സംസാരിക്കുന്നത്, നിങ്ങൾക്ക് അമ്മയെ അറിയത്തില്ല, എൻ്റെ അമ്മ ആരാണ്. 2 പ്രാവശ്യം സെയിം കാര്യം പറഞ്ഞു. കൊളോസ്യസ്, അതായത് ലൂക്ക 8:21 11:27 ഒരു വചനം തന്നെ പറഞ്ഞു. എന്താണ്? ദൈവവചനം കേൾക്കുകയും ഒന്ന് പറഞ്ഞേ, കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നയാളാണ് അമ്മ. അപ്പൊ വചനം കേൾക്കണം എന്തിനാണ്? അതനുസരിച്ച് ജീവിക്കാനാണ്. അതാണ് അമ്മ പറയണത്. അവൻ പറയണ പോലെ ചെയ്യാൻ പറയണത്. അത് രണ്ടും കണക്റ്റഡ് ആണ്. അങ്ങനെ വന്നാൽ എന്ത് സംഭവിക്കും? ഇപ്പം ഞാൻ നിങ്ങൾ പറഞ്ഞില്ലേ, ഉടമ്പടി കൃത്യം പാലിച്ച വേദസാക്ഷിയായി മാറും. വിശ്വാസി എന്ന റാങ്ക് മാറ്റിയിട്ട് ടക്കാന്ന് വേദസാക്ഷി പിന്നെ ദൈവത്തിൻ്റെ സ്വന്തം ആളല്ലേ. അവൻ്റെ കാര്യം എന്താ മുട്ടുവരാൻ പോണത്? കർത്താവ് ആഗ്രഹിക്കണതെല്ലാം അവൻ്റെ ജീവിതത്തിൽ നടക്കും. ദൈവം ആഗ്രഹിക്കണതെല്ലാം അവൻ്റെ ജീവിതത്തിൽ നടക്കും. അവൻ ആഗ്രഹിക്കണതെല്ലാം ദൈവത്തിൽ നിന്ന് അവൻ ലഭിക്കുകയും ചെയ്യും. അതാണ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അത് സെക്യൂരിറ്റി കോഡാണ്. പക്ഷേ ഈശോ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഈശോ പറഞ്ഞതെന്നറിയാവോ, ഇതിനെ കിട്ടുകയും മേടിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം വലിയ പ്രശ്നമാണ്. എന്താ? ഇടിവെട്ടുണ്ടായാലും വെള്ളപ്പൊക്കം ഉണ്ടായാലും ജീവിതമാണ്. ഇടിവെട്ടും ഉണ്ടാവും, വെള്ളപ്പൊക്കം ഉണ്ടാവും, കൊടുങ്കാറ്റും ഉണ്ടാവും. പക്ഷേ കൃപയുണ്ടെങ്കിൽ വീണ് പോകത്തില്ല. അവൻ പറയണ പോലെ ചെയ്യാൻ പറഞ്ഞില്ലേ? അത് 2:7 യോഹന്നാൻ്റെ സുവിശേഷം. അതിനെ കമൻറ്റ് ചെയ്തുകൊണ്ട് ഈശോ എന്താ പറഞ്ഞത്? എൻ്റെ അമ്മ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ ചെയ്യാൻ, എൻ്റെ വചനം പോലെ ജീവിക്കാൻ. എൻ്റെ അമ്മ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അമ്മ അങ്ങനെ ജീവിക്കുന്ന ആളാണ്. അതാണ് 8:21. ദൈവവചനം കേൾക്കുകയും, എൻ്റെ അമ്മ ആരാണ്? ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നയാൾ. അതുകൊണ്ട് അനുഗ്രഹം മാത്രമല്ല, ഇടിവെട്ടും വെള്ളപ്പൊക്കവും പേമാരിയും ജീവിതത്തിൽ വരുന്ന കടങ്ങൾ, രോഗങ്ങൾ എല്ലാം പ്രതിരോധിക്കപ്പെടും. അത് വന്നാൽ നമ്മൾ അതിനകത്ത് ജീവിക്കും. ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവർ ആരോട് തുല്യരാണെന്ന് ഞാൻ പറയാം. അവർ
പാറമേൽ ഭവനം ചെയ്ത ബുദ്ധിമാനായ മനുഷ്യന് തുല്യനാണ്. 7:24 മത്തായി സുവിശേഷം 7:24. കാറ്റൂതി, മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, ആ ഭവനബന്ധത്തിൽ ആഞ്ഞരിച്ചു, അത് വീണില്ല, കാരണം അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. പാറമേൽ സ്ഥാപിതമായ അമ്മ കുരിശിൻ്റെ ചുവട്ടിൽ ഇടരാതെ പതറാതെ നിൽക്കുമ്പോൾ ഞാൻ ഓർക്കും, അമ്മ വിശ്വാസത്തിൻ്റെ പാറമേൽ നിൽക്കുക. അമ്മ വീണേച്ചെങ്കിൽ സലോമി ഉടനെ വീണേന. പിന്നെ സലോമിയുടെ കൂടെ ക്ലെയോപാസിൻ്റെ ഭാര്യയുണ്ട്, അവരും അയ്യവാബിയാണ്, അവരും വീണേന. പിന്നെ മഗ്ദലന മറിയമുണ്ട്, അവരും വീണേന. യേശുവിൻ്റെ അമ്മയും മറ്റു സ്ത്രീകളും നിന്നെന്ന് പറഞ്ഞില്ലേ? പരിശുദ്ധാത്മാവിന് ചോദിക്കും, പരിശുദ്ധാത്മാ പറയും അതൊക്കെ വെറുതെ, ആ പെണ്ണുങ്ങളൊക്കെ വെറുതെ നിന്നതാണ്, അമ്മ നിന്നത് കൊണ്ട് നിന്നതാണെന്ന് പറയും. അല്ലെങ്കിൽ അടുത്ത ഓട്ടോറിക്ഷ പിടിച്ച് അവർ വീട്ടിൽ പോയെന്ന് പറയും. അമ്മയ്ക്ക് അങ്ങനെ പ്രശ്നമുണ്ട്. അമ്മ നിൽക്കുകയും ചെയ്യും, ഏത് കുരിശിന് ചുവട്ടിൽ നമ്മളെ നിർത്തുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ അളന്നും തൂക്കിയാണ് യോഹന്നാൻ പറയണത്. യേശുവിൻ്റെ അമ്മ അവൻ്റെ കുരിശിൻ്റെ അരികെ നിന്നിരുന്നു. ഏത് കുരിശായാലും ശരി, സ്വന്തം മകൻ മരണവിഭ്രാളത്തിൽ തലക്ക് മുകളിൽ തൂങ്ങി ശ്വാസമെടുക്കാൻ വേണ്ടി വിഭ്രാളം കൊള്ളുമ്പോഴും അമ്മ മുട്ടുപിറക്കാതെ ചങ്കുറപ്പോടെ നിൽക്കും. അപ്പാ ഈശോ പറഞ്ഞതരപ്പാ, എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കാൻ പോകുകയാണ്. അവസാനം വരെ നിൽക്കും. നിൻ്റെ കുടുംബത്തിലേക്ക് ഈശോനെ കൊണ്ടുവന്ന അമ്മയെ കൊണ്ടുവന്ന ഈശോയാണ്. ഈശോ പറഞ്ഞു, ബിഹോൾഡ്, എൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ എൻ്റെ മരണസമയത്ത് പോലും ചങ്കുറപ്പോടെ നിന്ന ആളെയാണ് ഞാൻ നിനക്ക് തരണത്, ഇതാ നിൻ്റെ അമ്മയെന്ന്. ഉടനെ യോഹന്നാൻ എഴുതിയിരിക്കുകയാണ്, അന്ന് മുതൽ അവളെ ആ ശിഷ്യൻ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചത്. നമ്മൾ ധ്യാനത്തിലൂടെ ഹൃദയത്തിൽ അമ്മയെ സ്വീകരിക്കാൻ, ഇടിവെട്ടുണ്ടായാലും വെള്ളപ്പൊക്കം ഉണ്ടായാലും ഇനി നമ്മൾ വീഴത്തില്ല. കാരണം ഇത് അമ്മ വിശ്വാസത്തിൻ്റെ പാറമേൽ സ്ഥാപിതമായിരിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ.